ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കാർഡ് നമ്മൾ ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകും അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡ് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ വന്നതിൽ വേദനയുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ മനസ്സറിയാം. ഇന്ന് ഓരക്കിൾ ഡെക്കിലൂടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നാണ് ആദ്യം നോക്കുന്നേ. ആദ്യത്തെ കാർഡ് റെസിപ്രോസിറ്റി എന്നാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നേ. ഡിസഗ്രിമെന്റ്, irreplaceable, values, unworthy, communication, secret. നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെച്ചിട്ടുണ്ട്. ആ കാര്യത്തെ കാണിക്കുന്നു. റിവീൽ, രഹസ്യം പറയാൻ പോവുകയാണ്. നിങ്ങളോട് മറച്ചു വെച്ചിട്ടുള്ള കാര്യത്തെ പറയാൻ ആഗ്രഹിക്കുന്നു. ബ്രോക്കൺ, സോൾ കോൺട്രാക്ട്. ഓരോരോ കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് റെസിപ്രോസിറ്റി എന്നുള്ളൊരു കാർഡാണ്. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നാണ് കാർഡ് പറയുന്നത്. തുല്യത വേണമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവാതിരുന്നൊരു കാര്യമാണ് തുല്യത എന്ന് പറയുന്നത്. നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ഒരു കാരണം ഇതായിരിക്കാം. ഇനി അങ്ങോട്ട് യൂണിവേഴ്സ് പറയുന്നതും ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് തുല്യത തന്നെയാണ്. ഒരുപോലെ പോകണം, ഒരു മനസ്സോടെ പോകണം. ഏതൊരാശയവും പങ്കിട്ടുകൊണ്ട് ഒരുമിച്ചുള്ള യാത്രയെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇനി അങ്ങോട്ട് ഇതായിരിക്കണം വേണ്ടത് എന്നാണ് പറയുന്നത്. സെക്കൻഡ് കാർഡ് ഡിസഗ്രിമെന്റ് എന്നാണ്. അപ്പോൾ കാർഡ് പറയുന്നത് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇപ്പോൾ അവരുടെ സാഹചര്യം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവർ പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്, നോ കോണ്ടാക്റ്റ് വന്നിട്ടുള്ളത്, ആ ഒരു കാര്യത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന്, അല്ലെങ്കിൽ മനസ്സിലാക്കണമെന്ന് അവർ പറയാണ്. നെക്സ്റ്റ് കാർഡിലേക്ക് പോവാണ്. ഇറിപ്ലേസബിൾ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന രീതിയുണ്ടല്ലോ, അത് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നവർ പറയാണ്. നിങ്ങൾക്ക് പകരമാകാനായിട്ട് ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല എന്നവർ പറയാണ്. അപ്പോൾ ചുറ്റുമുള്ള വ്യക്തികളെ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള വ്യക്തികളെ ആരാഴ്ച കഴിഞ്ഞാലും പൊരുത്തപ്പെടാനായിട്ട് അവർക്ക് സാധിക്കില്ല. നിങ്ങൾ തന്നെയാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തി എന്നവർ പറയാണ്, തിരിച്ചറിയാണ്. അപ്പോൾ അവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. വാല്യൂസ് എന്നുള്ളൊരു കാർഡാണ്. വി ഹാവ് ടു മെനി ഡിഫറൻസ് എന്നാണ് കാർഡ് പറയുന്നത്. നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടായിരുന്നു, അന്തരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുകയാണ്. അപ്പോൾ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക്. നിങ്ങളെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് തന്നെയാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. പണത്തിനാണ് അവർ മൂല്യം കൊടുത്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് എന്ന് അവർ പറയുകയാണ്. അവരുടെ കരിയറാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫിനാൻഷ്യൽ പരമായിട്ട് നിങ്ങൾ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല, നിങ്ങൾ സ്റ്റേബിൾ അല്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ തിരിച്ചറിവ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരെന്തിനു വേണ്ടിയിട്ടാണോ മാറിപ്പോയിട്ടുള്ളത് അവിടെ അവർക്ക്
സന്തോഷം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾ തന്നെയാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ എന്ന് തിരിച്ചറിയാണ്. ഐ ആം വർത്തി, യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്, അവിടെ തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത്, അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം, എന്നെക്കാളും എന്തുകൊണ്ട് മികച്ചൊരു വ്യക്തി നിങ്ങളാണ് എന്നാണ്. അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ സമ്മതിക്കുന്നു. ഈ ഒരു സെപ്പറേഷന് കാരണം അവരാണെന്ന് അവർ സ്വയം പറയാണ്. നീയാണ് എന്നെക്കാളും ഏറ്റവും മികച്ച ഒരു പേഴ്സൺ. ഞാനാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തമ്മിലുള്ള വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നാണ് ഞാനത് തിരിച്ചറിയുന്നത്. ഏതൊരു കാര്യത്തിനാണ് ഞാൻ പോയിട്ടുള്ളതെങ്കിൽ അവിടെ നിന്നും എനിക്ക് തിരിച്ചറിവാണ് വന്നിട്ടുള്ളത്, നിങ്ങൾ മികച്ചൊരു വ്യക്തിയാണ് എന്ന്. അപ്പോൾ തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു കോൺവെർസേഷനാണ് കാണിക്കുന്നത്, കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ വോയിസ് കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത്. അവർ ചെയ്തിട്ടുള്ള തെറ്റെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. സീക്രറ്റ്സ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഐ ഹാവ് ഇൻ ടോൾഡ് യു എവ്രിതിങ്. നിങ്ങളിന്ന് മറച്ചു വെച്ചിട്ടുള്ള കാര്യത്തെ അവർ നിങ്ങളിലേക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ നിന്നോട് എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് രഹസ്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ നിന്നോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുതന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ മറച്ചു വെച്ചിട്ടുള്ള സത്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. റിവീൽ എന്നുള്ളൊരു കാർഡാണ് അടുത്തത് കിട്ടിയിട്ടുള്ളത്. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അവർ നിങ്ങളോട് സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്ത് സത്യമാണ് അവർ പറയാനായിട്ട് പോകുന്നത് എന്ന് തന്നെയാണ് നിങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ടത്. അവർ മറച്ചു വെച്ചിട്ടുള്ള രഹസ്യത്തെ ആദ്യത്തെ കാർഡ് പറയുന്നു റിവീൽ. അവർ തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ബ്രോക്കൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഐ ഫീൽ ഷട്ടേർഡ് അബൌട്ട് ദി സിറ്റുവേഷൻ എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ നടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അവരത്രയേറെ വേദനിക്കുന്നു. നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അവർ വേദനിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ ഹേർട്ട് ബ്രോക്കൺ ആണെന്ന് പറയുന്നു. അപ്പോൾ അവർ തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, അവർ സമ്മതിക്കുന്നുണ്ട്. ഇതെന്താണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്? സോൾ കോൺട്രാക്റ്റ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ദ ലെസൺസ് ഐ ലേൺഡ് ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ. നമ്മളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറക്കില്ല എന്നവർ പറയുകയാണ്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർ തിരിച്ചറിവിൻ്റെ വക്കിൽ തന്നെയാണ്. ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചു. നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് അവരുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് അവർ മാറിപ്പോയി എന്ന് അവർ സമ്മതിക്കുകയാണ്. ചുറ്റുമുള്ള എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങളാണ് അവരെ അവരായിട്ട് കണ്ടിട്ടുള്ളത് എന്നവർ തിരിച്ചറിയുകയാണ്. സത്യങ്ങൾ യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നവർ തിരിച്ചറിവിൻ്റെ വക്കിലാണ്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്? അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വാല്യൂ കൊടുത്തിട്ടുള്ളത്, അവരുടെ കരിയർ, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ആ ഒരു സമയത്ത് നിങ്ങളുടെ മൂല്യം അവർ തിരിച്ചറിഞ്ഞിട്ടില്ല, എന്നാൽ ഇപ്പോൾ അവർ അത് തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് പറയുന്നത്. ഇന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഓറക്കിൾ ഡെക്ക് പറയുന്നത്. അവർ ചെയ്ത തെറ്റ് എന്തെന്ന് അവർ മനസ്സിലാക്കുന്ന സാഹചര്യത്തെ, അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ ഓറക്കിൾ ഡെക്കിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ്. നൈറ്റ് ഓഫ് വാൻഡ്സ്, ചാരിയറ്റ് റിവേഴ്സ് ആണ്. ട്രീ ഓഫ് വാൻഡ്സ് വെയിറ്റിംഗ് എനർജിയാണ്. 2 കാർഡുണ്ട് ഇവിടെ. 2 ഓഫ് സോർഡ്സ് ഉണ്ട്, ഫുൾ കാർഡുണ്ട്. ദ എംപ്രസ്, ടെൻ ഓഫ് വാൻഡ്സ്
നൈറ്റ് ഓഫ് വാൺസ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവരുടെ സ്വപ്നങ്ങളെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ളൊരു എനർജി തന്നെയാണ്. ഇൻസ്പയർഡ് ആക്ഷനെയാണ് കാണിക്കുന്നത്. അവർ കറേജ് എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം അവർ തനിച്ചാണ്. അവരെ മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ല. പൂർണ്ണമായിട്ടും അവരെ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ തന്നെയാണ് അവരിലേക്ക് തിരിച്ചറിവ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കാർഡ് പറയുന്നു. അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ഇവിടെ ചാരിയറ്റ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അവർ ചിന്തിക്കുന്നത് അവർക്ക് എല്ലാ എനർജിയും നഷ്ടപ്പെടുകയാണല്ലോ. റോങ് ആയിട്ടുള്ള ഡിസിഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, തെറ്റായ തീരുമാനത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് തെറ്റ് തന്നെയാണ് എന്നവർ സമ്മതിക്കുകയാണ്. അവർക്ക് മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. അവരുടെ എനർജി ഫുള്ളും നഷ്ടപ്പെടുകയാണ്. നിങ്ങളില്ലാതെ ജീവിക്കുന്നത് അവർക്ക് എല്ലാം കൊണ്ടും നഷ്ടമാണ് എന്ന് അവർ ചിന്തിക്കുകയാണ്, പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിരുന്നു. ആ എനർജി നഷ്ടപ്പെടുത്തിയതിൽ റിഗ്രറ്റാണ് കാണിക്കുന്നത്. ട്രീ ഓഫ് വാൺസ് വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെടുത്തിയവർ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കായിട്ട് തന്നെയാണ് അവർ ഇനി എഫേർട്ട് എടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കുറേ കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്, ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് അവർ. ഇനി അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി തന്നെയാണ് അവരിലേക്ക് ഗുഡ് ലക്ക് കൊണ്ടുവരുന്നത്, പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നത് എന്നവർ തിരിച്ചറിയുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെയാണ് അവർക്ക് പ്രോഗ്രസ്സിലേക്ക് യൂണിവേഴ്സ് അവർ എത്തിക്കുന്നുണ്ട് എന്നവർ തിരിച്ചറിയുന്നത്. അതുതന്നെയാണ് റൈറ്റ് ഡയറക്ഷനായിട്ട് അവർക്ക് തോന്നുന്നത്. നിങ്ങളാണ് ശരിയെന്ന് അവർ സമ്മതിക്കുകയാണ്, തിരിച്ചറിയുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, തുടക്കം ആഗ്രഹിക്കുകയാണ്. ന്യൂ ബിഗിനിങ് എന്നാണ് കാർഡ് പറയുന്നത്. എവേക്കനിങ് എന്നാണ് കാർഡ് പറയുന്നത്. ഈ ഒരു ബന്ധം എവിടെയും അവസാനിച്ചിട്ടില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളാണ് ശരിയെന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങളാണ് അവരുടെ സോൾ എന്ന് തിരിച്ചറിയുന്നു. അവർ റെഡിയാണ്, തയ്യാറെടുക്കുകയാണ് നിങ്ങളിലേക്ക്. ടു ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്, അത് മറ്റുള്ള വ്യക്തികളാൽ കണ്ണ് ബന്ധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു എന്ന് പറയുകയാണ്. അവരെടുത്ത തീരുമാനം തന്നെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് തെറ്റായിപ്പോയി, ഒരു ചോയ്സ് ആയിട്ടാണ് അവർ നിങ്ങളെ കണ്ടിരുന്നത് എന്നവർ സമ്മതിക്കുന്നു. അവരിലെ മെമ്മറി ആൻഡ് തോട്ട് എന്നാണ് കാർഡ് പറയുന്നത്. അവർ ചിന്തിക്കുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്, അവിടെ നിന്നും തിരിച്ചറിവ് വന്നുകൊണ്ട് മറ്റുള്ള വ്യക്തികളാലാണ് അത് തിരിച്ചറിയാണ് അവർ. ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് അവർ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ ഫോക്കസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് എംപ്രസ് കാർഡ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ദൈവികതയുണ്ടെന്ന് അവർ പറയുകയാണ്, അവർ തിരിച്ചറിയുകയാണ്. അവരെ എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഇവിടെ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് കാണിക്കുന്നത്, മദർഹുഡിനെയാണ് കാണിക്കുന്നത്. എല്ലാ രീതിയിലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു അമ്മ എങ്ങനെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുപോലെ ആയിരുന്നു നിങ്ങൾ അവരെ സംരക്ഷിച്ചിരുന്നത് എന്ന് പറയാണ്. അത്രയേറെ വാല്യൂ നിങ്ങൾക്കിപ്പോൾ അവരുടെ മനസ്സിലുണ്ടെന്ന് പറയുകയാണ്. അവർ ചെയ്തിട്ടുള്ള തെറ്റെന്തെന്ന് മനസ്സിലാക്കിയിട്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളോട് ഇപ്പോൾ അവർക്ക് തോന്നുന്ന ഫീലിങ്സ് അൺകണ്ടീഷണൽ ലവ് ആണെന്ന് കാർഡ് പറയുന്നു. അവർ പുതുതായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സത്യത്തെ മനസ്സിലാക്കുമ്പോൾ, തിരിച്ചറിവ് വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ശരിയാണെന്ന് അവർ ചിന്തിക്കുന്ന നിമിഷത്തെ തന്നെയാണ് കാണിക്കുന്നത്. എല്ലാ രീതിയിലും നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ള സംരക്ഷണം, സ്നേഹം അതൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിലൂടെ പോകുന്നത്. 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഹെവി ബേർഡൻസിനാണ് കാണിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടെന്ന് പറയുന്നു. എങ്കിൽ കൂടിയും നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നു. 10 വാണ്ടുണ്ട്. നിങ്ങളെന്ന വാണ്ടിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്.
നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇന്ന് അവരുടെ ലൈഫിൽ പ്രയോറിറ്റി നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളിലേക്ക് വരുവാനായിട്ട്. അവർ നിങ്ങളോട് മനസ്സ് തുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഓറക്കിൾ ഡെക്കിലും പറയുന്നത്. സീക്രട്ട് ഉണ്ട്. അത് തിരിച്ചറിയപ്പെടുന്നുണ്ട്. നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്തിരുന്നത് എന്ന് അവർ തിരിച്ചറിയുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെ മിസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ സമ്മതിക്കുന്നു. അപ്പോൾ എന്താണ്? അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ തന്നെയാണ് അവർ തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കാളും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് അവരുടെ കരിയർ, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ള അന്തരം അതെന്ന് പറയുന്നത് അവർ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? തിരിച്ചറിയപ്പെടുന്ന സമയത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങളാണ് ഏറ്റവും മൂല്യമുള്ളത്. പണത്തിനേക്കാളും നിങ്ങൾക്കാണ് മൂല്യമെന്ന് അവർ തിരിച്ചറിയുകയാണ്. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അതവർ തിരിച്ചറിയുന്നു. ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ യൂണിവേഴ്സ് അത് കാണുന്നുണ്ട്. തിരിച്ചറിയപ്പെടുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.